പോയാലോ? ഓണുണ്ടാവോ? പിന്നെ ഞാനുണ്ടാവും. മുങ്ങാനല്ലേ? അതൊന്നുമില്ല. ഓക്കെ അടുത്ത മാസം 20 നമ്മൾ ടൂർ പോകണം. നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് ചോദിച്ചു നോക്കട്ടെ. തോണിയുടെ കാര്യത്തിൽ അമ്മ എന്ത് പറയാൻ നോക്കട്ടെ. ഹലോ, എന്താ അമ്മമ്മക്ക് പാടില്ലേ? ഞാൻ വരാം. ഇപ്പൊ തന്നെ വരാം. ഓക്കെ. എടാ ഞാനേ ഒന്ന് വീട് വരുവട്ടെ. അമ്മമ്മക്ക് പാടില്ലടാ. തോണി നിന്റെ അടവ് മനസ്സിലായി. എനിക്ക് ബാത്റൂമിൽ പോകാനല്ലേ? ബാത്റൂമിൽ പോണത് ഇവിടെ പറമ്പുണ്ട്. ഈടാ എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടൊന്നുമില്ല. പോടുന്നു പിന്നെ ബാത്റൂമിൽ പോകണം. എന്നോട് അതേ പറഞ്ഞാൽ എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടണമെന്നുണ്ട്. എനിക്കിപ്പോൾ പോകാൻ മുട്ടിയ കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം. അത് എനിക്ക് നീ പറയണ്ട. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് പിന്നെ ഒന്ന് പോയിടാണെന്ന് ടൂറിൻ്റെ കാര്യം പറ. ഞാൻ സീരിയസാ പറഞ്ഞത്. നീ എപ്പോഴെപ്പോഴും നീ പറയണ്ടല്ലോ അമ്മാമ്മക്ക് പാടില്ല എന്ന്. പിന്നെന്തിനാണ് എപ്പോഴും നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ബാത്റൂം പോയപ്പോരെ? ഇല്ലല്ലോ, എനിക്ക് പോകാൻ തോന്നണില്ലല്ലോ. എടാ ഞാൻ അമ്മമ്മയുടെ അടുത്ത് ഇപ്പോൾ പോകുന്നില്ല. എനിക്കൊരു വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ്. നമ്മുടെ ടൂറിൻ്റെ കാര്യം നീ ആദ്യം പ്ലാൻ ചെയ്യും. നീയല്ലേ തുടങ്ങി വെച്ചത്. ആ കാര്യം അങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ പറ. തുടങ്ങി പറ. നമ്മുടെ ക്ലബിൽ കുറച്ച് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവന്മാരെല്ലാരും പറഞ്ഞു നിന്റെ കാര്യത്തിലെല്ലാം എല്ലാരും പറഞ്ഞിട്ടുണ്ടായി നീ ഒഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കണ. ഞാൻ ഒഴിഞ്ഞു മാറും. വയറുവേനുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെന്താ നീ എപ്പോഴെപ്പോഴും വയറ് ഇതാക്കണത്? പിന്നെ ഒന്ന് പോടുന്നു. എന്നിട്ട് പിന്നെ കാര്യങ്ങൾ പറയാം. നമ്മൾ അവിടെ പോയിട്ട് അങ്ങനെ നീ അത് പൈസ എന്താ അത്ര പിന്നെ ശരി എന്നാ. ഞാനിപ്പോൾ പോകുന്നില്ല. എനിക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് വലുത്. നീ കാര്യങ്ങൾ പറ. നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. നമ്മുടെ പറഞ്ഞ പോലെ ബാത്റൂമിൽ പോണ കാര്യം പിന്നെന്തിനാ വെറുതെ അമ്മാമ്മനെ ഫോൺ വിളിച്ചിട്ട് പറയണത്? ഒരു ട്രിക്ക് ഇട്. എന്താ മാമേ സോണിന് പറഞ്ഞിടണോ? അതേതായാലും നന്നായില്ല. അപ്പം നാണം കിടയുമില്ല. എനിക്ക് വീട്ടിൽ പോയിട്ട് വരികയും ചെയ്യാം. എടാ എന്താടാ പറഞ്ഞത് അമ്മാമ്മ? അമ്മാമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്നോട് വീട്ടിൽ ചെല്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. ഓക്കെ.